Thank you, Jesus. 1, 2, 3. ആ നാമത്തെ വിളിക്കുമ്പോൾ ആ നാമത്തിങ്കിൽ എല്ലാം മുഴങ്കാൽ മടങ്ങിയേ മതിയാകത്തുള്ളൂ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഞങ്ങൾ സാക്ഷികൾ, യേശുവിന്റെ ഉയർപ്പിന്റെ ഞങ്ങൾ സാക്ഷികൾ. ഈ കോട്ടയം പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കോട്ടയത്ത് തകർന്ന് ഞാൻ വിളിച്ചു പറയുന്നു, I am the evidence that Jesus is alive. യേശു ജീവിക്കുന്നു, ഞാൻ സാക്ഷി. അത് വിശ്വസിക്കുന്നവർ ആർത്ത് യേശുവേ എന്റെ രക്ഷക, എന്റെ ദൈവമേ, നീ എന്റെ യേശു മാത്രം മതി എന്റെ രക്ഷക. 2026 എന്റെ യേശു മാത്രം മതി എന്ന് പറയുന്നവർ കരങ്ങളൊക്കെ വീശി എന്റെ യേശു മാത്രം മതി. കരങ്ങൾ വീശി എന്റെ രക്ഷക, എന്റെ രക്ഷക. എല്ലായിടത്തും ശക്തമായ സാന്നിധ്യം. Let a heavy presence fill this place. 2026 യേശു മാത്രം മതി എനിക്ക്. ചേർന്ന് എന്റെ രക്ഷക, എന്റെ രക്ഷക, എന്റെ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്റെ യേശു മാത്രം മതി എനിക്കേതു നേരത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ വീശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഓരോ മൂല let it be saturated with the presence of God. Then sings my soul, my Savior. Every corner of this place, ഈ സ്ഥലത്തിന്റെ ഓരോ മൂല വരെയും glory of God descend. ദൈവമഹത്വം നിറയട്ടെ. Let the heavenly angelic realm be open and angels start to minister. സ്വർഗീയ ദൂതന്മാരുടെ മണ്ഡലം തുറക്കപ്പെടട്ടെ. And let the angels start to minister. ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യട്ടെ. As we enter into the new year,
with new health. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ആരോഗ്യം ഓരോ ശരീരത്തിലും Right now in the name of Jesus. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ We break every chain of sickness, every chain of debt, every chain that is not allowing you to stand straight. Be broken in the name of Jesus. യേശുവിന്റെ നാമത്തിൽ രോഗചങ്ങലകളെ പൊട്ടിക്കുന്നു, സാമ്പത്തിക ചങ്ങലകളെ പൊട്ടിക്കുന്നു. നിങ്ങളെ മുൻപോട്ട് വിടാതെ ബന്ധിക്കുന്ന എല്ലാ കെട്ടുകളും 2025 ഒടുവിൽ 26ലേക്ക് കടക്കുമ്പോൾ പൊട്ടി മാറട്ടെ. Go 2026. 2026. If you are awake and connected with God, you will see the supernatural every second of your life. നിങ്ങൾ ഉണർന്ന് ദൈവവുമായി പുതിയ കണക്ഷൻ, ദൈവിക ബന്ധം ഉറപ്പിച്ചാൽ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഓരോ മിനിറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകും. I can hear the Holy Spirit say, പരിശുദ്ധാത്മാവ് പറയുന്നത് എന്റെ കാതിൽ കേൾക്കാം. when Moses walked with Israel, Moses came out. മോശ ഇസ്രായേൽ ജനവുമായി മിസ്രയീം വിട്ടു വരുമ്പോൾ He did not know that manna will come. മന്ന മുമ്പിൽ ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. He did not know there was a way beneath the sea. ആ ചെങ്കടല് അതിന്റെ അടിയിൽ കൂടെ തങ്ങൾക്കൊരു വഴിയുണ്ടെന്ന് മോശയ്ക്ക് അറിയില്ല. He did not know there was water in the rock. ആ പാറയിൽ വെള്ളം കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. Just like that, അതുപോലെ തന്നെ 2026, 2026 you will be surprised how God has prepared everything in advance. The way will be open. The reservoir for everything will be open. Manna will fall. The supernatural will become natural. If you believe, shout the name of Jesus, which is the biggest supernatural name. മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും അവർ ഭയപ്പെട്ടപ്പോൾ യാത്രയിൽ ചെങ്കടലിൽ എന്തവർ ഭയന്നോ അതിന് വിരുദ്ധമായി വഴി അടിയിൽ ഒരുക്കി വെച്ചവൻ, മന്ന ഒളുക്കി വെച്ചവൻ, വെള്ളം കരുതി വെച്ചവൻ. ഈ 2026 ഓരോ മാസവും ദൈവ പൈതലെ നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള പാറകൾ, നിനക്ക് വേണ്ടിയുള്ള വഴികൾ, നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ, നിനക്ക് വേണ്ടിയുള്ള മഞ്ഞകൾ വെളിപ്പെടാൻ പോകുകയാണ്. Peter did not know when he was connected with Jesus, his mind never knew that in the daytime 2 boats of fish will be filled. Your 2026 will be beyond your imagination if you are connected to the word of Jesus. പത്രോസ് എന്ന ഗലീലക്കടലിലെ സാധാരണ മീൻപിടുത്തക്കാരൻ ദൈവം തമ്പുരാൻ മനുഷ്യവേഷത്തിൽ വന്ന യേശുവുമായി ദൈവവുമായി കണക്ട് ചെയ്തപ്പോൾ തന്റെ വള്ളത്തിലിരുന്നപ്പോൾ തനിക്കറിയില്ലായിരുന്നു പകൽ സമയത്ത് ആർക്കും മീൻ കിട്ടാത്ത സമയത്ത് 2 വള്ളം നിറയെ മീൻ ആ കണക്ഷനിൽ ലഭിച്ചു. Today I am prophesying upon you. ഇന്ന് ഒരു പ്രവചനം നിന്നോട് പറയട്ടെ. Unimaginable harvest, unimaginable financial resources, unimaginable ways. 2026, God is with us. God is in your favor because Christ is in you. ഊഹിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ ഭാവനത്തെ കാണാത്ത കൊയ്ത്തുകൾ നിന്റെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്നു. ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, സ്വപ്നം കണ്ടിട്ടില്ലാത്ത വഴികൾ നിന്റെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്നു. If you believe it, shout a hallelujah. വിശ്വസിക്കുന്നെങ്കിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Say amen. ആമേൻ, Amen. ആമേൻ. Amen. You may be seated. ഇരുന്നാട്ടെ. Hallelujah. ഹല്ലേലൂയ. Tonight's message or 2026 message is 3-part. I will just touch and we will end this meeting. 2026 പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പുതിയ വർഷത്തിൽ എത്തിക്കഴിഞ്ഞല്ലോ. ഈ വർഷത്തിലേക്കുള്ള സന്ദേശത്തിന്റെ 3 പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിട്ട് മീറ്റിംഗ് നമ്മൾ ക്ലോസ് ചെയ്യും. Number 1 is wake up. 1 ഉണരുക. Number 2 is stir up. 2 Stir up, ജ്വലിപ്പിക്കുക. ജ്വലിപ്പിക്കുക. Number 3 is cheer up. 3 സന്തോഷിക്കുക. 3 things
that I can choose to do or not choose to do. ഈ മൂന്ന് കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കേണ്ടത് ചെയ്യണോ വേണ്ടയോ. And if I choose to be connected with God, I will tell you unimaginable things will happen in your life on a daily basis. എൻ്റെ ജീവിതം സ്ഥിരമായി കർത്താവുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധത്തിൽ പോകാൻ ഞാൻ തീരുമാനിച്ചാൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കും. His hand is always extended for you for a relationship. ഒരു ബന്ധത്തിനായി ദൈവം തന്റെ കരം ഒരു കണക്ഷന് വേണ്ടി നിന്റെ നേരെ എപ്പോഴും നീട്ടിപ്പിടിച്ചിരിക്കും. But if you are ready to lift your hand of fellowship, you will see unusual miracles, unusual financial breakthroughs, unusual anointing, because you are now connected with infinity. ബന്ധത്തിന്റെ കരം, കർത്താവിന്റെ കരം എന്റെയും നിങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കൂട്ടായ്മയുടെ കരം നീട്ടി ഞാൻ ആ കരത്തിൽ പിടിച്ചാൽ ഞാൻ കാണാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഉയർച്ചകൾ, സാമ്പത്തിക നന്മകൾ, അഭിഷേകങ്ങൾ ആ കയ്യിൽ പിടിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കും. Because we are talking of God, the infinite one. നമ്മളിവിടെ സംസാരിക്കുന്ന മറ്റാരെ കുറിച്ചുമല്ല, നിത്യനായ ദൈവം തമ്പുരാനെ കുറിച്ച്. അതിർത്തി വരമ്പില്ലാത്ത ചിന്തിക്കാൻ പറ്റാത്ത ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരം ചെയ്യുന്നവനാ ആ സർവശക്തനെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുന്നേ. ആ യേശു ഏതോ കല്ലറയിൽ കിടക്കുവല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിപ്പുണ്ട്. അതിന്റെ സാക്ഷിയെ കാണണമെങ്കിൽ ഞാൻ സാക്ഷി, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. We are not here to joke around. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കൂടിയത് തമാശ കളിക്കാനല്ല. The word that I received, I was amazed when the choreo team was performing the same word. എനിക്ക് കിട്ടിയ വചനം ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ന് കൊറിയോ ടീം അവരിവിടെ പാടിയ പാട്ടിനകത്ത് അത് തന്നെ അവർ തിരഞ്ഞെടുത്തു. The word is from the book of Ephesians chapter number 5. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് ആ വചനം ദൈവാത്മാവ് എനിക്ക് തന്നിട്ടുള്ളത്. And that is, awake from the sleep, awake you who sleep, arise from the dead, and Christ will give you light. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14 അതിന്റെ 14-ാം വാക്യത്തിൽ ഉറങ്ങുന്നവനെ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. Turn to someone and say, wake up. അടുത്തിരിക്കുന്ന ഒരാളെ കയ്യെ പിടിച്ചെന്ന് പറഞ്ഞേ, wake up. ഉണർന്നെഴുന്നേൽക്ക, wake up. ഉണരുക, wake up. ഉണരുക, wake up. ഉണരുക. Come on, come on, come on, come on. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. Shout, wake up. ഉണരുക, ഉണരുക, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞു. Wake up. ഉണരുക, wake up. ഉണരുക ബ്രദറെ. Why should I wake up? എന്തുകൊണ്ട് ഞാൻ ഉണരണം? That when I arise on my feet from the dead, meaning the hopelessness will never be there in your life. മരിച്ചവരുടെ നിന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ ഇനി ഒരിക്കലും പ്രത്യാശയില്ലാത്ത, ആശയില്ലാത്തൊരു ജീവിതമായിരിക്കില്ല. The moment you arise, now if I stand over here, my face is dark, but when I turn to the light, I am full of light. The same way, when you turn to Jesus, you will be emitting the glory of God. ഞാൻ ഈ വെളിച്ചത്തിനെതിരെ നിന്നാൽ, ഇരുട്ടിലേക്ക് നിന്നാൽ എൻ്റെ മുഖം ആകെ കരുവാളിച്ചിരിക്കും. എന്നാൽ ഞാൻ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മുഖം ശോഭിച്ചതുപോലെ യേശുവിലേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖം ശോഭ കൊണ്ട് നിറയും. തേജസ്സിന്റെ മേൽ തേജസ്. The reason is Christ is in you. അതിന്റെ കാരണം ഈ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. And Christ is the glory of God. ഈ ക്രിസ്തു എന്നത് ദൈവത്തിന്റെ പ്രകാശമാണ്. I will tell you something. ഞാൻ ചിലത് ഓർപ്പിക്കട്ടെ. When Christ is in you, ക്രിസ്തു നിന്നിലുള്ളപ്പോൾ even a little desire matters much for God. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും ദൈവത്തെ സംബന്ധിച്ച് വലുതാ. I want to assure you, don't bury your dreams, don't bury your vision. Christ in you is still working. He is a working God, not a dead one. നിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിന്റെ സ്വപ്നങ്ങളെ കൊഴിച്ചിടരുത്, നിന്റെ ദർശനങ്ങളെ മാറ്റിവെക്കരുത്. ആ ദർശനങ്ങളെ പൂർത്തീകരിപ്പാൻ കർത്താവ് ജീവനോടെ
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന I ദൈവം. know tonight ഇന്ന് രാത്രി എനിക്ക് ഉറപ്പായിട്ടറിയാം, that when you awake, when you say I am going to stand up, something magnificent will happen tonight. ഞാൻ ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാൻ ഉണരാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ സ്വയം തീരുമാനിച്ചെഴുന്നേൽക്കുമ്പോൾ ചിലത് സംഭവിക്കും. Many times we think we are old. Many times we think it will never happen. Many times the devil talks nonsense into our head and say it is not possible. But if you are in Christ and if you are ready to arise, I will tell you every impossible will turn into possibilities in your life. പലപ്പോഴും പിശാച് പറയും നിനക്ക് പ്രായമായി, നിനക്ക് കഴിവില്ല. നമ്മുടെ തന്നെ മനസ്സ് പറയും എന്നെ കൊണ്ട് ഇനി ഒക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് ഈ വചനം പോലെ മരിച്ചവിടെ ചാടി എഴുന്നേറ്റാൽ നിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിപ്പാൻ കർത്താവിന്റെ കരം ഏത് പ്രതികൂല സാഹചര്യത്തിലും അത്ഭുതമായി പ്രവർത്തിക്കും. And I know that you are not going back empty-handed. ഇന്ന് രാത്രി ശൂന്യമായ കൈകളുമായിട്ടല്ല നിങ്ങൾ മടങ്ങി പോകാൻ If പോകുന്നത്. you are sitting or standing anywhere in the ground, ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും, believe me, extraordinary power, the anointing, the fire will fall upon you. അസാധാരണമായ ദൈവിക ശക്തി, അഭിഷേകത്തിന്റെ അഗ്നി നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നെങ്കിലും വാഞ്ചിയോടിരിക്കുന്ന നിന്നെ നിറച്ച കർത്താവ് വിടുന്നു. Do you believe it will happen? വിശ്വസിക്കുന്നുണ്ടോ? Do you believe it will അതെ, happen? എനിക്ക് സംഭവിക്കുന്ന എത്ര പേര് Do വിശ്വസിക്കുന്നുണ്ട്? you believe it will happen? അതെനിക്ക് സംഭവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, If you believe, നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ the power of Christ in you will start operating. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട്, അത് ക്രിയ ചെയ്യാൻ തുടങ്ങും. None of you can be poor. ഇവിടെ ഇരിക്കുന്ന ഒരാളും ദരിദ്രനാകയില്ല. You cannot be down. നിങ്ങൾക്ക് ഒരിക്കലും തകർന്ന് താഴാനൊക്കില്ല. 2026 you will increase in such a manner that you have never ever seen. Once you are connected and you are operating the power in you will raise as he raised Jesus. 2026 വർഷത്തിൽ നിങ്ങൾക്ക് തകരാനൊക്കത്തില്ല. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളിലുള്ള ദൈവശക്തി വ്യാപരിച്ച് ആ ശക്തി നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. I was writing a preface for the book of Romans. റോമാ ലേഖനത്തിന് വേണ്ടി ഒരു ആമുഖക്കുറിപ്പ് ഞാൻ ഉണ്ടാക്കുകയായിരുന്നു ദിവസങ്ങളിൽ. I was searching the journey of Paul. പൗലോസിന്റെ ജീവിതയാത്രകൾ അതിനുവേണ്ടി ഞാനൊന്ന് പഠിക്കേണ്ടി വന്നു. And then as I was searching the journey of Paul, in one stage I went into the heart of the mission. പൗലോസിന്റെ യാത്രകൾ അന്ന് താൻ പോയതും ആ യാത്രകൾ റോമാലേഖനത്തോട് ചേർന്ന് ഞാൻ പഠിക്കുമ്പോൾ ഞാനും അറിയാതെ യാത്രയിൽ അങ്ങായിപ്പോയി. And when he is going to Macedonia, to Achaia, and he is going to Jerusalem. മക്കദോന്യയിൽ നിന്ന് അഖായയിൽ പോയി അവിടുന്ന് ജെറുസലേമിലേക്ക് പോകുക. And the Bible says in Acts chapter 19 and verse 21, he is telling, I will go from Macedonia to Achaia and Jerusalem, but my heart's desire is I want to see Rome also. Acts 19:21. അപ്പോസ്തലർ 19:20 നിങ്ങൾ വായിച്ചാൽ അദ്ദേഹം പറയാണ്, ഞാൻ മക്കദോന്യയിലും അഖായയിലൂടെ കടന്ന്, സ്തോത്രം, ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായയിലൂടെ കടന്ന് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. Hey Paul, why do you want to see Rome? പൗലോസ് എന്തിനാ റോം കാണുന്നത്? Oh, Rome is the capital of the biggest empire. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റോം. So I want to just go visiting, see Rome. എനിക്ക് റോമയും ഒന്ന് കാണണമെന്ന് താൻ ആഗ്രഹിച്ചെന്ന ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. It is saying I must also see Rome. Just like some people say I want to go to Delhi because it is the capital of India. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഞാൻ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി കണ്ടിട്ടില്ല, അവിടെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു ആരെങ്കിലും പറയുന്ന പോലെ തൻ്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എനിക്കൊന്ന് കാണണമെന്ന് പൗലോസ് പറയുക. Now he is sure of one thing. ഒന്ന് പൗലോസിന് ഉറപ്പാണ്. But he in his heart he knows that he is never going to cross Jerusalem. In Jerusalem it will be his end. യെരുശലേമിൽ തന്റെ അവസാനമാണെന്നുള്ള രീതിയിലുള്ള
ദൂതുകൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ദൂതുകളും കിടക്കുകയാണ്. In the word, one of the prophets takes the belt of Paul and said, the owner of this belt is going to be stopped in Jerusalem. And in Acts 23 you see people are going to tear him into pieces. ഒരു സമയത്ത് അഗബോസ് എന്ന പ്രവാചകൻ തന്റെ മിഷണറി യാത്രകൾക്ക് ശേഷം പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമയെ യെരുശലേമിൽ ബന്ധിക്കും. തുടർന്ന് യെരുശലേമിൽ വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടുത്തെ പുരുഷാരം പൗലോസിനെതിരെ ഇളകി തന്നെ ചിന്തിപ്പിച്ച് ചീന്താൻ തുടങ്ങി. The soldier, the commander of the soldiers got very tensed and said, take him to the barrack, otherwise he will be killed. ജനങ്ങള് തന്നെ പിച്ച് ചീന്തുമെന്ന് കണ്ടപ്പോൾ തന്നെ അറസ്റ്റിലാക്കിയ ആ ശതാധിപനും മറ്റും പറഞ്ഞു, അയ്യോ പൗലോസിനെ വേഗം മാറ്റണം, അകത്തുകൊണ്ടിരുത്തണം എന്ന് പറഞ്ഞു. And the Bible says, ബൈബിൾ പറയാണ്, and that night, ആ രാത്രി, that night, അന്ന് പിച്ച് ചിന്താനിരുന്ന രാത്രി, that night, ആ രാത്രി Jesus stood by him. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കർത്താവ് അവന്റെ സമീപേ നിന്നു. It is not saying vision, it is not saying dream. Jesus stood next to him. Acts 23 and verse number 10 and 11. അപ്പോസ്തലപ്രവൃത്തി 23:10-11 പിച്ച് ചിന്താൻ തുടങ്ങിയ രാത്രിയിൽ നമ്മൾ കാണുന്ന ഇതാണ്. യേശു അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചിന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. അവനെ കോട്ടയ്ക്കകത്ത് കൊണ്ടുവച്ചു. എന്നാൽ രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്ന്, സ്വപ്നം കണ്ടെന്നല്ല, രാത്രിയിൽ കർത്താവ് തന്റെ അടുക്കൽ പ്രതിസന്ധിയുടെ ദിവസം നിന്നു. And the Bible says, ബൈബിൾ തുറന്നു പറയാണ്, Jesus told Paul, യേശു പൗലോസിനോട് പറഞ്ഞു, oh, in my language I will say, എന്റെ ഭാഷ പറഞ്ഞാൽ 2026 is what is going to happen. 2026 നിനക്ക് എന്ത് സംഭവിക്കുമല്ലേ? Hallelujah. You know, Paul did not say, I want to preach in Rome. He just said in his heart, I want to see Rome. പൗലോസിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല, ഞാൻ റോമിൽ പ്രസംഗിക്കുമെന്ന് പറയാനൊന്നും തന്നെ കൊണ്ട് പറ്റിയില്ല, എനിക്കൊന്ന് കണ്ടാ മതി എന്നേ പറഞ്ഞുള്ളൂ. But that little word Jesus took. എന്നാൽ കണ്ടാ മതി എന്ന വായിന്ന്, പൗലോസിന്റെ വായിന്ന് പുറപ്പെട്ട വാക്ക് യേശു ഇങ്ങെടുത്തു. 2026, every little desire of yours, Jesus himself will stand and execute it for you. 2026 നിന്റെ വായിന്ന് പുറപ്പെട്ട ചെറിയൊരു വാക്ക്, ഹൃദയത്തിലെ അത് കാണണമെന്നുള്ളൊരു വാക്ക് നീ പറഞ്ഞെങ്കിൽ അതിൽ ഉന്നതമായി ചെയ്യാൻ നിന്റെ സമീപത്ത് ഇന്ന് യേശു നിൽപ്പുണ്ട്. Hallelujah. Tonight I want to tell you, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, Paul said, പൗലോസ് പറഞ്ഞു, I want to see Rome. എനിക്ക് റോം ഒന്ന് കാണണം. But Jesus said, യേശു പറഞ്ഞു അവിടെ you are not only going to see Rome, but you will preach my gospel in Rome. Let me tell you tonight, every little desire in your heart, 2026, Jesus himself will stand and fulfill it for you. യേശു പൗലോസിനോട് പറഞ്ഞു, നീ ഒന്ന് കാണാനല്ലേ ആഗ്രഹിച്ചേ, എന്നാൽ നിന്നെ കാണാൻ മാത്രമല്ല ഞാൻ വിടുന്നത്, ഈ ലോകത്തിന്റെ സാമ്രാജ്യ തലസ്ഥാനമായ റോമിലും നീ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, പ്രസംഗിക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളോടും നിങ്ങളുടെ ഹൃദയത്തിലെ ചെറിയ ആഗ്രഹം പോലും ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തമായി യേശു ചെയ്യാൻ ഇന്ന് രാത്രി 2026 every little desire in your heart, നിന്റെ ഹൃദയത്തിലെ ചെറിയ ആഗ്രഹങ്ങൾ Jesus will say, I am going to take you to your destination. പറയാൻ പോണ്, നിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിന്നെ നടത്തും. You are not going to walk, he will make you walk. നീ നടക്കാൻ പോകുകയല്ല, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തും. Because Jesus is my shepherd, he will lead me to green pastures, he will lead me to still waters. Though I walk through the valley of shadow of death, I will fear no evil. 2026, I will tell you, you will dwell in his presence and everything will be accelerated. യേശു എൻ്റെ ഇടയനാകയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നീതി പാതകളിൽ എന്നെ നടത്തും. ആ വചനം പോലെ ഇടയന്റെ പുറകെ ആ കർത്താവ് കൈയെ പിടിച്ച് ഉയരങ്ങളിലേക്ക് നടത്തും. If you believe it, wave and say amen. വിശ്വസിക്കുന്നവർ കൈകൾ വീശി
ആമേൻ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. I want to tell you again. ഒരിക്കൽ കൂടെ Jesus said, യേശു പറഞ്ഞു, if you abide in me, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, if you are connected with me, എന്നുമായി കണക്റ്റഡ് ആയാൽ, and my word is connected to you, എന്റെ വചനം നിന്നിലും ഇരുന്നാൽ, I will fulfill every desire of yours. നിന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും ഞാൻ നടത്തും. I want to tell every youth, ഇന്ന് രാത്രി എല്ലാ യുവാക്കളോടും never bury your dreams. നിങ്ങളുടെ ദർശനങ്ങളെ, സ്വപ്നങ്ങളെ കുഴിച്ചു മൂടരുത്. Contrary to your imagination, God himself will come and open doors which you have ever desired, open new ways which you can never think of. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, ഊഹിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ ചിന്തകൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള വഴികൾ, വാതിലുകൾ യുവാക്കളെ നിങ്ങളുടെ മുമ്പിൽ, കണക്റ്റഡ് ആയ മക്കളുടെ മുമ്പിൽ കർത്താവ് തുറക്കും. I am hearing the Holy Spirit say that not only in this grind, someone who is watching us live right now, an anointing is falling. You will be in a new level of ministry with the fire of God. Wake up, Jesus Christ is in you. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓരോരുത്തരോടും ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു പറയുന്നു, ഇപ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. ഈ പറഞ്ഞ വചനങ്ങൾ നിവർത്തിക്കുവാൻ കർത്താവ് കൂടെ നിൽക്കുകയാണ്. Turn to someone and say, wake up. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ഉണരുക. The power is in you. ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. Light is in you. വെളിച്ചം നിങ്ങളിലുണ്ട്. Way is in you. വഴി നിങ്ങളിലുണ്ട്. Because Jesus is in you. എന്നാൽ വെളിച്ചമായവൻ, വഴിയായവൻ യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. Come on, turn to someone and say, wake up. അടുത്തിരിക്കുന്നോടൊന്ന് പറഞ്ഞ ഉണരുക. Wake up. 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 ഉണരുക. Hallelujah. ഹല്ലേലൂയ.